ചായ കുടിക്കാത്ത ഒരു ദിവസത്തെ പറ്റി ശരാശരി മലയാളികൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? എന്നാൽ മലയാളികളെ പ്രീമിയം ടീ കുടിക്കാൻ പഠിപ്പിച്ച AVT ഗ്രൂപ്പിൻ്റെ കഥ ചായയേക്കാൾ അല്പം കടുപ്പമേറിയതാണ്. 1925 ആൽഫ്രഡ് വേദം തോമസ് എന്ന ചെറുപ്പക്കാരനായ ബിസിനസ്മാൻ പശുപ്പാറയിൽ 100 ഹെക്ടർ തരിശുഭൂമി വാങ്ങിച്ച് അതിനെ തേയിലത്തോട്ടമാക്കി മാറ്റിയെടുത്ത് നിന്നാണ് AVTയുടെ കഥ ആരംഭിക്കുന്നത്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ മാത്രം കൈവശം വച്ചിരുന്ന പ്ലാന്റേഷനുകളിൽ നിന്ന് ആദ്യമായി ഭൂമി സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് തോമസ്. തേയിലത്തോട്ടങ്ങളിൽ നിന്ന് തുടങ്ങിയ AVTയുടെ ബിസിനസ് പിന്നീട് റബ്ബർ, കാപ്പി, വാനില എന്നിങ്ങനെ മറ്റു പല ബിസിനസ് മേഖലകളിലേക്ക് കൂടി വ്യാപിച്ചു തുടങ്ങി. 1994 AVT ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ എക്സ്ട്രാക്ഷൻ യൂണിറ്റ് ആൽവയിൽ തുടക്കമായി. അതുവഴി കടൽ മാർഗവും റെയിൽവേ മാർഗവുമെല്ലാം AVTയുടെ തേയിലകൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി എത്തിത്തുടങ്ങി. തേയിലത്തോട്ടങ്ങൾക്ക് പേര് കേട്ട കേരളം, ആസാം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രധാന തേയിലത്തോട്ടങ്ങളിൽ നിന്നാണ് AVTയുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള തേയിലകൾ ഉൽപ്പാദിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ AVTയുടെ തേയിലകൾ വിദേശ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. തേയിലയോടൊപ്പം തന്നെ നാച്ചുറൽ സ്പൈസസ്, ലെതർ ഉൽപ്പന്നങ്ങൾ, കോയ പ്രൊഡക്ട്സ് എന്നിവയെല്ലാം AVT ബ്രാൻഡിന് കീഴിൽ വിപണിയിലെത്തുന്നുണ്ട്. AVT ഒരു പ്രീമിയം ബ്രാൻഡായി മാറിയിട്ട് 100 വർഷത്തോടടുക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ മികച്ച പ്രീമിയം ബ്രാൻഡായ AVT വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് ഒന്നിലേക്കുള്ള സ്ഥാനം അതിവിദൂരമല്ലെന്ന് ചുരുക്കം. വെറും 100 ഹെക്ടർ തരിശുഭൂമിയിൽ നിന്ന് തുടങ്ങിയ AVTയുടെ കഴിഞ്ഞ വർഷത്തെ വരുമാനം 4845 മില്യനാണ്. അങ്ങനെയെങ്കിൽ പാരമ്പര്യ തുടർച്ചയുള്ള AVTയുടെ ബിസിനസ് സ്റ്റോറി ഒരു പ്രീമിയം സ്റ്റോറി തന്നെയല്ലേ? നിങ്ങളും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ നമ്പർ 1 അക്കാദമി ഉണ്ട് നിങ്ങളോടൊപ്പം. അപ്പോൾ ഇപ്പോൾ തന്നെ മറക്കാതെ നമ്പർ 1 അക്കാദമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.